1960 സിന്ധു ജല കരാറിനെ ദുർബലപ്പെടുത്തിയതിന്റെ പേരിൽ ഇന്ത്യയുടെ US അംബാസിഡർ വിനയ് ക്വാത്ര ഇസ്ലാമാബാദിനെ രൂക്ഷമായി തന്നെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഭീകരവാദത്തിനായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതാക്കുന്നതിനു പകരം കരാറിന് പിന്നിൽ പരസ്പര സൗഹൃദത്തിന്റെയും സന്മനസ്സിന്റെയും അന്തസത തകർക്കുന്നതാണ് പാകിസ്ഥാൻ കഴിഞ്ഞ 50 വർഷം ആയി കാണിച്ചു കൂട്ടുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അയൽരാജ്യത്തിന്റെ തുടർച്ചയായ അതിർത്തി കടന്നുള്ള ഇടപെടലുകളും പരസ്പര വിശ്വാസ ലംഘനത്തിലും ഡൽഹിക്കുള്ള വർദ്ധിച്ചുവരുന്ന അതിർത്തി വ്യക്തമാക്കിക്കൊണ്ട് കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനം പാകിസ്ഥാന്റെ ദശാബ്ദങ്ങൾ നീണ്ട നടപടികൾ മൂലം ഇതിനകം സംഭവിച്ച നാശനഷ്ടങ്ങളെ അംഗീകരിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് ക്വാത്ത തന്റെ പ്രസ്താവനയിൽ ഊന്നി പറയുന്നത്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ സമയം പാകിസ്ഥാൻ പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ ആക്രമിച്ചതിന്റെ ഒരു നയതന്ത്ര നടപടി എന്നോണമാണ് ഇന്ത്യ പാകിസ്ഥാന്റെ കുടിവെള്ളം മുട്ടിക്കുന്ന രീതിയിൽ സിന്ധു അതായത് കരാറുകൾ പൂർണ്ണമായി റദ്ദാക്കിക്കൊണ്ട് ഇന്ത്യ ഒരു നീക്കം നടത്തിയത്. സിന്ധു നദീതടത്തിലെ ജലവിനിയോഗം നിയന്ത്രിക്കുന്നതിനായി 1960 ഒപ്പുവെച്ച ചരിത്രപ്രധാനമായ ജലപങ്കുവയ്ക്കൽ കരാർ പ്രകാരം ആ നദീതടത്തിലെ ആകെ ജലത്തിന്റെ ഏകദേശം 20% വരുന്ന കിഴക്കൻ ഭാഗത്തെ 3 നദികളുടെ അവകാശം ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. അതേസമയം ആകെ ജലത്തിന്റെ ഏകദേശം 80% വഹിക്കുന്ന പടിഞ്ഞാറൻ ഭാഗത്തെ 3 നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനുമാണ് നൽകിയത്. സമാധാനം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ വിഭജനം നടപ്പിലാക്കിയിട്ടും പതിറ്റാണ്ടുകളായുള്ള ശത്രുതാപരമായ പെരുമാറ്റവും പരിഹരിക്കപ്പെടാത്ത സുരക്ഷാ ആശങ്കകളും കരാറിന്റെ അടിസ്ഥാന ചട്ടക്കൂടിനെതിരെ ദുർബലപ്പെടുത്തിയെന്നാണ് ഇന്ത്യ നിലപാട് എടുക്കുന്നത്. മെച്ചപ്പെട്ട ജലാവകാശങ്ങൾ വഴി നേട്ടമുണ്ടാക്കാൻ കഴിയുമായിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളിലെ വികസനത്തെ ആ അസമത്വം പതിറ്റാണ്ടുകളോളം മുരടിപ്പിച്ചു. എന്നിട്ടും ഇന്ത്യ ആ ഉടമ്പടി പാലിച്ചു. എന്നാൽ കഴിഞ്ഞ വർഷം പഹൽഗാമിലുണ്ടായ ക്രൂരമായ ഭീകരാക്രമണത്തിന് ശേഷം അന്താരാഷ്ട്ര നിയമപ്രകാരം ഒരു പരമാധികാര രാഷ്ട്രമെന്ന നിലയിലുള്ള തങ്ങളുടെ അവകാശം വിനിയോഗിച്ചുകൊണ്ട് ഇന്ത്യ സിന്ധുജല ഉടമ്പടി മരവിപ്പിച്ചു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനുള്ള പിന്തുണ പാകിസ്ഥാൻ വിശ്വസനീയമായും അതോടൊപ്പം തന്നെ മാറ്റമില്ലാത്ത വിധവും ഉപേക്ഷിക്കുന്നത് വരെ ഈ നടപടി തുടരും. ഇന്ത്യയോടുള്ള പാകിസ്ഥാന്റെ സമീപനം അത് യുദ്ധങ്ങൾ, ശത്രുത, അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങൾ എന്നിവയാൽ അടയാളപ്പെടുത്തപ്പെട്ടതാണെന്ന് ഇന്ത്യൻ പ്രതിനിധി പറഞ്ഞു. ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം, മുംബൈ ഭീകരാക്രമണം, ഉറി, പഥാൻകോട്ട്, പഹൽഗാം എന്നിവിടങ്ങളിലെ ആക്രമണങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പാകിസ്ഥാന്റെ ഭീകരവാദ പ്രവർത്തനങ്ങൾ മൂലം ഇന്ത്യയിൽ 40,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ക്വാത്ര വ്യക്തമാക്കുകയാണ്. ഇന്ത്യ മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന പദ്ധതികളോട് അല്ലെങ്കിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ഉദ്യോഗ തലത്തിലുള്ള കാലതാമസം വരുത്തുകയും ചെയ്യുന്ന സമീപനമാണ് പാകിസ്ഥാൻ സ്വീകരിച്ചു വരുന്നതെന്നാണ് ക്വാത്ര ചൂണ്ടിക്കാട്ടുന്നത്. 2012 തുൽബുൽ നാവിഗേഷൻ പദ്ധതിക്ക് നേരെയുണ്ടായ ഭീകരാക്രമണം ഉൾപ്പെടെ ഇന്ത്യൻ പദ്ധതികൾ സ്ഥിരമായി ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ കരാർ പ്രകാരമുള്ള അവകാശങ്ങൾ വിനിയോഗിക്കുന്നതിൽ നിന്ന് ഇന്ത്യയെ തടയുന്നുണ്ട്. സാങ്കേതിക വിദ്യയിലുണ്ടായ മാറ്റങ്ങൾ കണക്കിലെടുത്ത് കരാർ പുനർനിർണ്ണയിക്കാനുള്ള ഇന്ത്യയുടെ നീക്കങ്ങളെ പാകിസ്ഥാൻ എതിർത്തുവെന്നും അത്തരം മാറ്റങ്ങൾ ഇന്ത്യയുടെ ജലവൈദ്യുതി ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു എന്നാണ് ക്വാത്ര വ്യക്തമായി പറയുന്നത്.